നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാപസാമ്യം എന്നുള്ള കാര്യത്തിനെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ജാതകങ്ങൾ ചേരുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഈ ഒരു പേരിലാണ്. അപ്പോൾ എന്താണ് ഈ പാപസാമ്യം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനേക്ക് അത് ഒരു വീഡിയോ കൊണ്ടൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അത്രയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഒരു പ്രാഥമികമായിട്ട് എല്ലാവരും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു തരാം. പാപസാമ്യം എന്നുള്ള ഒരു കാര്യം നമ്മുടെ ആധികാരികമായ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊന്നും പറയുന്നില്ല. പിൽക്കാലത്ത് ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് പുതിയ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ പാപസാമ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷൻ്റെയും സ്ത്രീയുടെയും ജാതകങ്ങളിൽ ലഗ്നം 2, 4, 7, 8, 12 എന്നീ സ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങളുടെ അവസ്ഥ പരസ്പരം തുല്യമായി വരണം എന്നാണ് അതിൽ പറയുന്നത്. അതായത് ഈ പറയുന്ന പുതിയ പുസ്തകങ്ങളിൽ പറയുന്നത്. അപ്പം അതിനെ നമ്മൾ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ആധികാരികമായി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് 7, 8 ഭാവങ്ങൾ, സ്ത്രീ ജാതകത്തിൽ 7, 8 ഭാവവും പുരുഷ ജാതകത്തിൽ 7-ാം ഭാവവുമാണ്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് 2 കുടുംബസ്ഥാനം, 1 ലഗ്നം, 12 വ്യയസ്ഥാനം, അങ്ങനെ കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പ്രായോഗികമായിട്ട് ഈ ഡിവോഴ്സോ അല്ലെങ്കിൽ ഈ ഭർത്തൃമരണോ ഭാര്യാഭരണമോ ഒക്കെ സംഭവിച്ച ജാതകങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ അതിലൊക്കെ കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ എണ്ണിയെടുത്തുള്ള ഈ പാപസാമ്യം നോക്കി ചെയ്യുന്നതിൽ അതിൽ യാതൊരു എഫക്റ്റും കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ എടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് വന്നതാണ് ഈ പറഞ്ഞ കണക്ക്. ചില ജാതകങ്ങളിൽ ആൾക്കാർ പറയും മകൾക്ക് 3.5 പാപമുണ്ട് അല്ലെങ്കിൽ 2.5 പാപമുണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് പറയുന്നതാണ്, ഇതിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്. ഈ ഓരോ സ്ഥാനത്ത് നിൽക്കുന്ന പാപഗ്രഹങ്ങൾക്ക് ഓരോ യൂണിറ്റ് കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യം ആരും തന്നെ ഇങ്ങനെ പറഞ്ഞ് ആർക്കും ജാതകങ്ങൾ കൊടുക്കരുത്. എൻ്റെ മകന് 3.5 പാവമുണ്ട്, അല്ലെങ്കിൽ മകൾക്ക് 2 പാവമുണ്ട്, അതുകൊണ്ട് 3 വേണം, അങ്ങനെ ഒന്നും പറയരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്ത പല ജാതകങ്ങളുമാണ് പിൽക്കാലത്ത് വിവാഹബന്ധങ്ങൾ വേർപെടുത്താനും അല്ലെങ്കിൽ മറ്റുള്ള ആപത്തുകൾ വരാനും ഒക്കെ ഇടയായിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 7, 8 ഭാവങ്ങൾ തന്നെയാണ് സ്ത്രീ ജാതകത്തിൽ. പുരുഷ ജാതകത്തിൽ 7-ാം ഭാവവും നോക്കണം. 7-ാം ഭാവം ഭാവപതി. പിന്നെ അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്ന കാരകഗ്രഹം എന്ന് പറയുന്നതാണ്. ഈ കാരകഗ്രഹം എന്ന് പറയുന്നത് പുരുഷ ജാതകത്തിൽ ശുക്രനാണ് ഭാര്യാകാരകൻ, സ്ത്രീ ജാതകത്തിൽ വ്യാഴമാണ് ഭർത്തൃകാരകൻ. അപ്പോൾ ഈ ഗ്രഹങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കണക്കുള്ള 2 ജാതകങ്ങൾ എടുത്തിട്ട് ഈ സ്ഥാനങ്ങളെല്ലാം കൂടെ എണ്ണി നോക്കിയിട്ട് അവർ കണക്കിട്ടിട്ട് രണ്ടും തമ്മിൽ ടാലി ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പാപസാമ്യം ഇല്ല എന്ന് പറഞ്ഞ് എല്ലാം തള്ളപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പാപസാമ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള വലിയ കാര്യമൊന്നുമല്ല. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പാപസാമ്യമൊക്കെ ഇവർ എണ്ണിയെടുക്കുന്നതെല്ലാം ഉണ്ടെങ്കിലും 7-ാം ഭാവത്തിലോ അല്ലെങ്കിൽ കാരകനോ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാപസാമ്യം എല്ലാം കിട്ടിയാലും ഈ പറഞ്ഞ അവരുടെ ജീവിതം സുഗമമായി പോകില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവത്തിൽ നിന്ന് കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന വേണം ഈ ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ഈ ജാതകങ്ങൾ തമ്മിൽ നടത്തേണ്ടത്. പക്ഷേ ഇവിടെ നടക്കുന്നത് അതല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രിൻസിപ്പിൾസ് ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ വച്ചിട്ട് നോക്കിയിട്ട് അത് മാത്രം കണക്കാക്കിക്കൊണ്ട് അത് ഇങ്ങനെ ആയതുകൊണ്ട് അത് ചേരുന്നില്ല, അല്ലെങ്കിൽ ഇത്ര പാപം കൂടുതലായതുകൊണ്ട് ചേരുന്നില്ല എന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ള.
പക്ഷെ അതിൻ്റെ പരിണത ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വിവാഹപ്രായം ഇങ്ങനെ നീണ്ടു പോകുന്നതല്ലാതെ കുട്ടികൾക്ക് യഥാർത്ഥ സമയത്ത് വിവാഹം നടക്കാത്ത അവസ്ഥയാണുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം വീണ്ടും വീണ്ടും നിങ്ങളടുത്ത് പറയുന്നത്. ഈ പാപസാമ്യം എന്നുള്ള ഒരവസ്ഥയില്ല. ഈ 7-ാം ഭാവവും 8-ാം ഭാവവും സ്ത്രീ ജാതകത്തിലും 7-ാം ഭാവവും പുരുഷ ജാതകത്തിലുമാണ് പരിശോധിക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ വേറെ നോക്കേണ്ടത് കാരകഗ്രഹങ്ങളുടെ അവസ്ഥയാണ്. ആ അവസ്ഥകളും കൂടി നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരുന്നതാണോ അതേ അല്ലാത്തതാണോ എന്നുള്ള തീരുമാനത്തിൽ എത്തേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ പാപസാമ്യമില്ല എന്ന് കേട്ട് എല്ലാവരും ഭയപ്പെട്ട് പോകേണ്ട കാര്യവുമില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാളെ കൂടെ കാണിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. കാരണം ഇപ്പം ഈ ഒരു വ്യക്തി ചിലപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ അതായിരിക്കാം. പക്ഷെ മറ്റൊരാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്നതിന് ഘടകവിരുദ്ധമായിട്ടായിരിക്കും രണ്ടാമത്തെ ആൾ പറയുന്ന ഉത്തരം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഇത് ചെയ്യാതെ മറ്റൊരു അഭിപ്രായം കൂടി, രണ്ടാമതൊരു ഒപ്പീനിയനും കൂടി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. അതോടൊപ്പം തന്നെ ആരും തന്നെ ഈ പറഞ്ഞ കണക്ക് ഈ എൻ്റെ മകൾക്ക് ഇത്ര പാപമുണ്ട് അല്ലെങ്കിൽ എൻ്റെ മകന് ഇത്ര പാപമുണ്ട് എന്ന് മുൻപേർ പറയാൻ ശ്രമിക്കാതിരിക്കുക. കാര്യം രക്ഷകർത്താക്കളായ നിങ്ങൾക്ക് ആർക്കും തന്നെ എന്തടിസ്ഥാനത്തിലാണ്, എന്തിനു വേണ്ടിയാണ് ഈ പാപം നോക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് പാപം നോക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും യാതൊരു ധാരണയുമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ കൊടുക്കുന്നതായ ആ ഒരു ജ്യോതിഷൻ പറഞ്ഞു തരുന്ന കാര്യം മാത്രമേ നിങ്ങൾക്കറിയാവൂ. അപ്പോൾ അത് എത്രത്തോളം ആധികാരികമാണെന്നുള്ളത് പരിശോധിക്കാൻ യാതൊരു മാർഗവും നിങ്ങളുടെ കൈവശമില്ല. അപ്പം അതുകൊണ്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു ജാതകം കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ഗ്രഹനിലയും നിങ്ങൾ ബയോഡേറ്റയും കൊടുക്കുക. അത് കൊണ്ടുപോകുന്നവർ അത് അവരുടെ യുക്തിക്ക് അനുസൃതമായിട്ട് അത് പാപനുണ്ടെന്നോ പാപജാതകമാണെന്നോ അല്ലെങ്കിൽ ഇത്ര പാപനുണ്ടെന്നോ ഒക്കെ അവർ കണ്ടെത്തി അവർ ഫലം പറയട്ടെ. ശരി, ആ ഫൈനൽ ആൻസർ പറയേണ്ടത് ജ്യോതിഷന്മാർക്ക് വിടുക. അത് സ്വയം രക്ഷകർത്താക്കൾ ഏറ്റെടുക്കാതിരിക്കുക. അങ്ങനെ ഏറ്റെടുക്കുന്നതാണ് പലപ്പോഴും വിവാഹങ്ങൾ നടക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാരണമായി തീരുന്നത്. കാരണം നിങ്ങൾക്കത് എങ്ങനെ പറയണമെന്നോ എന്തടിസ്ഥാനത്തിൽ പറയണമെന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ല. നിങ്ങൾ ഇവർ പറഞ്ഞു തരുന്നതിനെ അങ്ങ് ബ്ലൈൻഡായിട്ട് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രക്ഷകർത്താവ് ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനും ഇതിനെക്കുറിച്ച് യാതൊരു കാര്യവും അറിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ചിലപ്പോൾ ഇതിന് തത്തുല്യമായ പാപസ്ഥിതിയൊക്കെ കാണും. പക്ഷേ നിങ്ങൾ ഈ 3.5 പാവം ഉണ്ട് മകൾക്കെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ജ്യോതിഷം പറഞ്ഞു കൊടുത്ത് കാണില്ല. അപ്പോൾ അദ്ദേഹം എന്ത് വിചാരിക്കും, ഈ പറഞ്ഞ കണക്ക് അയ്യോ ആ കുട്ടിയുടെ ജാതകത്തിൽ പാപമൊക്കെ ഉണ്ട്, എൻ്റെ മകൻ്റെ അതൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് വേണ്ട എന്നങ്ങ് വയ്ക്കും. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? ഈ പറയുന്ന ജ്യോതിഷന് നഷ്ടവും സംഭവിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്കാണ് നിങ്ങളുടെ കുട്ടിക്ക് വരേണ്ടിയിരുന്ന ഒരു നല്ല പ്രൊപ്പോസൽ നഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്. അങ്ങനെ ആരും മുൻപേറായിട്ട് പാപമുണ്ടെന്ന് പറയാതിരിക്കുക. പിന്നെ പരമാവധി ഈ പറഞ്ഞ കണക്ക് ഈ ഗ്രഹനില പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞ ഈ കാരക ഗ്രഹങ്ങളുടെ ബലവും അതിൻ്റെ അവസ്ഥയും കൂടി ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയുകയാണ്. കാരണം ഈ പല ഡിവേഴ്സായതോ അല്ലെങ്കിൽ ഭർത്തൃമരണോ ഭാര്യമരണോ സംഭവിച്ച ജാതകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ 7 നിൽക്കുന്ന പാപഗ്രഹമല്ല അതിന് കാരണമായിട്ട് കാണുന്നത്. ഈ കാരകഗ്രഹങ്ങൾക്കുണ്ടാകുന്ന പാപസ്ഥിതിയും പാപദൃഷ്ടിയും പാപയോഗവും ഒക്കെയാണ് അങ്ങനെയുള്ള ഡൈവേഴ്സുകൾക്കും ഇതിനും ഭർത്തൃമരണത്തിനും ഒക്കെ കാരണമായി തീരുന്നത്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല ഈ ആധികാരിക ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ വിവാഹ ഭാവത്തിൽ എങ്ങനെയാണ് ജീവിതം ഉണ്ടാവുക, അല്ലെ വിവാഹ ജീവിതം എങ്ങനെയാണെന്നുള്ള 7-ാം ഭാവത്തിനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ 8-ാം ഭാവത്തിനെ ബേസ് ചെയ്താണ് നിരവധി ശ്ലോകങ്ങളുള്ളത്. അല്ലാതെ ഈ പറഞ്ഞ പാപസാമ്യം നോക്കാനായിട്ടുള്ള ശ്ലോകങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ല. അപ്പോൾ എവിടെ നിന്നാണ് ഇത് വന്ന് കയറിയതെന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഈ വിവാഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് ഈ പാപസാമ്യം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ പേരും പറഞ്ഞ് ഇപ്പം നല്ല നല്ല വിവാഹങ്ങൾ ഇങ്ങനെ തട്ടിക്കളയുവാനുള്ള ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അതുകൊണ്ട് ഞാനിത് പറയുന്നത് ഇവിടുത്തെ ജ്യോതിഷന്മാർക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ സാധാരണക്കാരായ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ്.
അവർ കുറച്ചുകൂടി ഒന്ന് വിജിലൻ്റ് ആവണം. അവർ കുറച്ചുകൂടെ ഈ ശാസ്ത്രത്തിലെ കാര്യങ്ങൾ, ജ്യോതിഷം പഠിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റൂല. എന്നാലും ഇതേപോലുള്ള നമ്മുടെ അത്യാവശ്യം വരുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായി ശ്രമിക്കണം. പകരം നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉള്ള ഒരു ഇതിനെ എടുത്തിട്ട് അതിലോട്ട് ഈ പറഞ്ഞ ഗ്രഹനിലകളും കൊടുക്കും, അല്ലെങ്കിൽ ബർത്ത് ടൈമും കൊടുക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എഴുതി വരും. പക്ഷെ ആ എഴുതി വരുന്നതും ശരിക്ക് ഇതല്ല, യുക്തമല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തേക്കുന്ന സോഫ്റ്റ്വെയറിൽ കൊടുത്തേക്കുന്ന പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ളതാണ് അതിൽ പറയുന്നത്. അല്ലാതെ അതും ആധികാരികമായിട്ട് നമുക്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, ആരും പാപസാമ്യത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം മാറ്റിവെക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വീണ്ടും മറ്റൊരാളെ കൂടി സമീപിക്കുക. അതുപോലെ കൃത്യമായിട്ട് നോക്കുന്ന ദൈവജ്ഞന്മാരെ സമീപിക്കുക. അത്തരത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യതയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. അത്തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ ഈ പാപസാമ്യം എന്നൊക്കെ പറയുന്നത് അതായിരിക്കില്ല, അതൊക്കെ എടുക്കാൻ പറ്റുന്ന ജാതകങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം നിർണയിച്ച് കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.